ഹാ ഗൈസ്, കർക്കിടക വാവിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അമ്മ എന്നെക്കാളും മുന്നേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം രാവിലെ നമുക്ക് ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ കടുങ്കാപ്പിയായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഈ ബ്ലാക്ക് കോഫി ഭയങ്കര അഡിക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാപ്പുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പപ്പടോടെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് കപ്പയും അതുപോലെ തന്നെ ഈ മുളക് മന്തിയും ഉണ്ടാക്കാമെന്ന് ഓർത്തു. എന്നുവെച്ചാൽ നമ്മുടെ ചെറിയുള്ളി അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി അതുണ്ടാക്കി കഴിച്ചു. വൈകിട്ടായപ്പോൾ പിന്നെയും നമ്മൾ കോഫി തന്നെ ഉണ്ടാക്കി. കോഫിയുടെ കൂടെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നുമില്ലായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴിച്ചു. രാത്രിയിലത്തേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ പറഞ്ഞ ഗീ റൈസ് ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ സാലഡൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഗീ റൈസിൻ്റെ പരിപാടികളൊക്കെ അമ്മ നോക്കി. ഞാനാണെങ്കിൽ ഒരു കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ എന്തെങ്കിലും സൈഡിലൊക്കെ കഴിക്കാൻ വേണം. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് സവാളയൊക്കെ എടുത്ത് ജസ്റ്റ് വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ സവാളയും അതുപോലെ തന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കറി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാക്കി. പിന്നെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.